ഹലോ ഗായ്സ്, ഇന്നൊരു ലുഡോ ഗെയിമാണ്. എനിക്ക് ചില ദിവസങ്ങളിൽ ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്, 1 രൂപ. അവരിങ്ങോട്ട് തരുന്നതല്ലേ, അപ്പോൾ ഞാൻ ആ ക്യാഷ് ബാക്ക് എക്സ്പയർ ആവാണ്ടിരിക്കാൻ നമ്മൾ 1 രൂപേൻ്റെ ഗെയിം കളിച്ചിട്ട് അതിൽ വിൻ ചെയ്യണം. 1 രൂപേൻ്റെ ഗെയിമിൽ നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ 1 രൂപ 70 പൈസ കിട്ടും. തോറ്റിട്ടുണ്ടെങ്കിൽ 0 ബാലൻസ്. അങ്ങനെയായിരിക്കും. അപ്പോൾ നോക്കാം, എന്നാ ജയിക്കുമോ അതോ തോൽക്കുമോ എന്ന്. 13 സെക്കൻഡ് കൂടിയുണ്ട്. യൂഷ്വലി ഞാൻ 8 വരെ പൊട്ടാറാണ് പതിവ്. ഇപ്പം ഈ കുറച്ച് നാളായിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവർ നല്ല പ്രോത്സാഹനമായിരുന്നു. ഞാൻ ജയിക്കായിരുന്നു. ഞാൻ വിചാരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ലുഡോ ഒക്കെ കളിക്കാൻ അറിയാമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ കളിച്ച് എനിക്ക് ഒരു 70 സംതിങ് ഒക്കെ ആയി. അത് ഞാൻ ആദ്യം ഒരു 10-20 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗെയിം സ്റ്റാർട്ടായി കേട്ടോ. 1 2 പച്ചപ്പരിഷ്കാരിയാണ് എതിരാളി. 2 കിട്ടി. അതെവിടെയാ പറഞ്ഞത് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ കരുതി ഒരു ഈ ഇത്ര പൈസ, ഒരു 90 രൂപ അല്ലെങ്കിൽ ഒരു ഇത്രയാക്കി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം പപ്സും 2 പപ്സ് വാങ്ങിക്കാന്നുള്ള രീതിയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കളിച്ച് ആദ്യമൊക്കെ കുറേ 10 രൂപ ഇട്ടിട്ട് 17 രൂപ കിട്ടി. അങ്ങനെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചറവറ പൊട്ടാൻ തുടങ്ങി. പൊട്ടി 90 വരെ എത്തിയത് പിന്നെ 50-ഓ 20-ഓ. അങ്ങനെ പിന്നെ ഞാനങ്ങനെ ക്യാഷ് 10 രൂപയൊന്നും ഇട്ടിട്ടൊന്നും അങ്ങനെ വലിയ ഗെയിമൊന്നും കളിക്കലില്ല. 1 രൂപ വെച്ചിട്ട് തന്നെ കളിക്കും. ഫ്രീ ഗെയിമും ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കളിക്കാം. കളി എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ഇപ്പം ആരോ മുന്നിൽ? ഞാൻ തന്നെയാണ് മുന്നിൽ. 6 കൊടുത്തു. സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ റൗണ്ട് ബട്ടണിലുള്ള അവരുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെത്ര ഗെയിം വിൻ ചെയ്തിട്ടുണ്ട്, എത്ര ഗെയിം ലോസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു 1000-ന് മുകളിലൊക്കെ കളികൾ കളിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ട് 6, 5 അങ്ങനെ കൊടുക്കാൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ ചിലപ്പം 10 ഗെയിമോ അല്ലെങ്കിൽ 100 ഗെയിമോ ഒക്കെ ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് ജയിച്ചെന്ന് വരും. എനിക്ക് 5 കിട്ടിയിട്ടുണ്ട്. 6 കൊടുത്തു. പരിഷ്കാരി മുന്നേറാണ്. എന്താ ഇപ്പം അവിടെ സംഭവിച്ചത്? തലനാരിഴക്കല്ലേ രക്ഷപ്പെട്ടത്. ഉം. 3 മാർക്കിന്റെ ഡിഫറൻസ് ആയിരുന്നു. കുഴപ്പമില്ല, പിടിക്കാം. കാറ് കിട്ടി. എൻ്റെ ഓരോ മൂമെന്റും അയ്യോ 32 മാർക്ക്. ശുഭം. 44-50. പടക്കം പൊട്ടിച്ചേ. ഇതെന്താ വിഷു? സാരമില്ല. 1 മിനിറ്റ് 16 സെക്കൻഡ് അല്ല 34 സെക്കൻഡ് ബാക്കിയുണ്ടല്ലോ. 2 6 കിട്ടി. പരിഷ്കാരി കാർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബാക്കി ഫസ്റ്റ് അതിലുണ്ട്. നമ്മളിപ്പോൾ 3 ടൈം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ആയിപ്പോൾ
അങ്ങനെ ചില ടൈമിലൊക്കെ ചിലർക്ക് നെറ്റൊക്കെ ഇല്ലാണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ലെഫ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ പൈസ അങ്ങ് പോകും. ഒപ്പോണൻ്റ് നിന്ന് ഞങ്ങൾക്ക് 1 മാർക്ക് കിട്ടുകയാണെങ്കിൽ അവർ ജയിക്കും. 94/63. എൻ്റെ 32 മാർക്ക് കൊണ്ടുപോയിട്ടാണ് അവന് 96. 6. ഇനി 19 സെക്കൻഡ് ബാക്കിയുള്ളൂ കേട്ടോ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് 6 വരുന്നില്ല ചെയ്യാൻ. ഇപ്പം വന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വിന്നർ. ഹിഹി. അങ്ങനെ വളരെ പോരാടി തോറ്റിരിക്കുകയാണ് ഞാൻ.